കേട്ട് നമുക്ക് അല്പസമയം ഒരുമിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആദ്യം വന്നവരെ മുതൽ അച്ഛൻ ക്രമപ്പെടുത്തിയിരുത്തി കാണുന്നതായിരിക്കും. നമുക്ക് ഇരിക്കാം. ഇവിടെ പറഞ്ഞു. ഞാൻ കോട്ടൂപ്പാറ ഇടവയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ കുവൈറ്റിൽ 14 വർഷമായി ജോലി ചെയ്യായിരുന്നു. അവിടെ വെച്ച് എനിക്ക് 9 വർഷം മുന്നേ ഒരു ഷോൾഡർ ഇങ്ങനെ വേദനയായിട്ട് ഞാൻ അവിടെ നിന്ന് ഡോക്ടർ എനിക്ക് സ്റ്റിറോയിഡിൻ്റെ മരുന്ന് തരികയും കണ്ണിൻ്റെ കാഴ്ച പോയി. അവിടുന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ ഷുഗർ ഹൈ ആയി. 1 മാസത്തോളം കണ്ണിൻ്റെ കാഴ്ച പോയി. അവിടുന്ന് തിരിച്ചുകൂടെ വന്ന് മരുന്നെല്ലാം കഴിച്ച് റെഡിയായി വീണ്ടും ജോലിക്ക് കയറി. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഫുഡ് സർവീസിൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും വെയിറ്റ് എടുക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന വരികയും ഞാൻ കുറേ ആശുപത്രിയിൽ കാണിച്ചിട്ട് കുറഞ്ഞില്ല. അവിടെ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ വീണ്ടും വന്നു. ജോലിയിൽ നിന്ന് ഞാൻ പെട്ടെന്ന് വെക്കേഷന് പോരുമായിരുന്നു. ഇവിടെ വന്ന് ഞാൻ 3-4 ഹോസ്പിറ്റലിൽ കാണിച്ചു. മംഗലാപുരത്ത് വേറെ സ്ഥലത്ത് ഫിസിയോതെറാപ്പി ചെയ്തു. ഇന്നലെയും കൂടി മിനിങ്ങാന്നും കൂടി കാരുണ്യ പോയി ഫിസിയോതെറാപ്പി ചെയ്തു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് എൻ്റെ കുഞ്ഞമ്മ എവിടെയുണ്ട്, ഇവിടെ നിന്ന് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ വന്നു. രാവിലെ 9 മണിയായപ്പം വന്നു. ഇവിടെ ഇരുന്നു. 6 മണിയായപ്പം അച്ഛനെ കാണാൻ പറ്റി. രണ്ടുപാട് തന്നെ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നീ കൈ പൊക്കാൻ പറഞ്ഞു. ഞാൻ ഈസി ആയിട്ട് കൈ പൊക്കി. എനിക്ക് തന്നെ വിശ്വാസമില്ലായിരുന്നു. പിന്നെ അച്ഛന്മാർ കൈ വെക്ക് വേദന പോയല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കൈ പഴുത്തിരിക്കുന്ന പോലെ ഇരിക്കുമായിരുന്നു. എൻ്റെ ഷോൾഡർ, എൻ്റെ തല പോലും എനിക്ക് കുളിക്കാനോ വീട്ടിൽ ഒരു ജോലി എനിക്ക് ചെയ്യാൻ പറ്റുമല്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു എന്തോ ഒരു കെട്ടഴിഞ്ഞു പോകുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. എന്നിട്ടും എനിക്കൊരു വിശ്വാസമില്ല. അച്ഛൻ വീണ്ടും പറഞ്ഞല്ലോ പോയല്ലോ, റെഡിയായല്ലോ, നാളെ രാവിലെ കുർബാനയ്ക്ക് വാ, ഇവിടെ എല്ലാം അടിച്ചു വാരാൻ വാന്നൊക്കെ അച്ഛൻ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് പോകുന്ന വഴി അതുവരെ ഞാൻ ഇങ്ങോട്ട് ഓട്ടോറിക്ഷ പിടിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. ബസ്സിൽ കയറാൻ പറ്റൂല, പിടിക്കാൻ പറ്റൂല. തിരിച്ചു പോയപ്പോൾ ഞാൻ സ്റ്റേറ്റ് ബസ്സിൽ കയറി. ഞാൻ മുകളിൽ നിന്ന് ശരിക്ക് പിടിച്ചു. ലോക്ക് തുറന്നു. ഞാൻ പുറത്തിറങ്ങി. ഇന്ന് ഞാൻ ബസ്സിന് രാവിലെ വന്നു. 6 മണിക്ക് ദിവസമാണ് ഇവിടെ വന്നത്. അമ്മത്രശേ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും, എനിക്ക് പ്രാർത്ഥിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി പറയുന്നു. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. പ്രിയപ്പെട്ടവരെ, കുവൈറ്റിൽ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി, ഇവിടെ വന്ന് നടത്തി, 4 ആശുപത്രികളിലൊക്കെ പോയി. ഒരു കുറവുമില്ലാതിരുന്നത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് അവിടുത്തെ തിരുസന്നിധിയിൽ എളിമയോടുകൂടെ 9 മണിക്ക് വന്നിട്ട് ഇന്നലെ തിരക്ക് കൂടുതലായിരുന്നു. 9 മണിക്ക് വന്ന സഹോദരിക്ക് വൈകിട്ട് 6 മണിക്കാണ് മുറിയിലെത്താനായിട്ട് കഴിഞ്ഞത്. കർത്താവ് അത്രയും നേരം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ചു. കർത്താവ് മനുഷ്യൻ അസാധ്യമായത് കൈ പഴുത്ത് ഇരിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം, കൈ അനക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വേദന ഒക്കെ കർത്താവ് എൻ്റെ നാമം വിളിച്ച ആ ഒരു നിമിഷത്തിൽ കർത്താവ് എടുത്തു മാറ്റി. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. അത്ഭുതങ്ങളും